സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ട്രേസ് ഓഫ് എ മെട്രിക്സിനെ കുറിച്ചാണ്. ട്രേസ് ഓഫ് എ മെട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നേരത്തെ ക്ലാസ്സുകളിലും ട്രേസിനെ കുറിച്ച് പറയേണ്ടി വന്നു. സോ നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ട്രേസിനെ കുറിച്ച് നോക്കാം. സോ ഇതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് പ്രിൻസിപ്പൽ diagonal elements of matrix. അതായത് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞല്ലോ, ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ A11 A12 A3 എക്സെട്ര അങ്ങനെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻസിപ്പൽ ഡയഗണൽസ് എപ്പോഴും എന്തായിരിക്കും A11 A22 പ്ലസ് എക്സെട്ര ടു AN. ഇതിനെങ്ങനെ എഴുതാം? സമ്മേഷൻ I = 1 to n AII. ഇതാണ് ട്രേസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം, ട്രേസിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട നെക്സ്റ്റ് കാര്യം പ്രോപ്പർട്ടീസ് ഓഫ് ട്രേസ്. പ്രോപ്പർട്ടീസ് ഓഫ് ട്രേസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേസ് ഓഫ് A പ്ലസ് ബി നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ട്രേസ് ഓഫ് A പ്ലസ് ട്രേസ് ഓഫ് ബി. സെക്കൻഡ് വൺ ട്രേസ് ഓഫ് A minus B. Same. Trace of A minus trace of B. ഇനിയിപ്പോൾ സപ്പോസ് ട്രേസ് ഓഫ് നമുക്ക് ഇങ്ങനെ വന്നിരിക്കട്ടെ, A minus B plus C. ഒന്നുമില്ല, ട്രേസ് ഓഫ് A മൈനസ് ട്രേസ് ഓഫ് B പ്ലസ് ട്രേസ് ഓഫ് C. ഞാൻ എഴുതിയാൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ ട്രേസ് ഓഫ് ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു K എന്ന് വരുവാണ്. K ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഇതിനെ K ഇൻറ്റു ട്രേസ് ഓഫ് A എന്ന് എഴുതാം. K ഈസ് എ കോൺസ്റ്റൻ്റ്. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റുമായിട്ട് തിരിഞ്ഞു പോയില്ല, കാരണം ഡിറ്റർമിനൻറ്റ് K എന്ന് പറയുന്നത് K⁻n ഇൻറ്റു ഡിറ്റർമിനൻറ്റ് A ആണ്. ഇത് തിരിഞ്ഞു പോയില്ല, കാരണം ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഇത് പഠിക്കണം. ഓക്കെ, നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്കറിയാം ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് ഒരു സപ്പോസ് 5 എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേസ് ഓഫ് A 5 ആണെങ്കിൽ ട്രേസ് ഓഫ് 5A എന്തായിരിക്കും? ഒന്നുമില്ല, 5 ഇൻറ്റു ട്രേസ് ഓഫ് A, അതായത് 5 ഇൻറ്റു 5, അതായത് 25 ആയിരിക്കും ആൻസർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇവിടെ n എന്ന് പറയുന്ന ഓർഡറാണ് കേട്ടോ, മറക്കല്ലേ. n എന്ന് വെച്ചാൽ ഓർഡറാണ്. ഇനി ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് ട്രേസ് ഓഫ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്, നോട്ട് ചെയ്തോണം. ട്രേസ് ഓഫ് ദെൻ AB സിക്സ്ത് പ്രോപ്പർട്ടിയാണ്. ഇതിന് നമുക്ക് ട്രേസ് ഓഫ് BA എന്ന് എഴുതാം. പക്ഷേ ഒരിക്കലും AB BAയോട് ഈക്വൽ അല്ല, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ ആവണമെന്നില്ല. ഓക്കെ, പക്ഷേ ട്രേസ് ഓഫ് AB ട്രേസ് ഓഫ് BA എന്ന് വെച്ചാൽ ഈക്വൽ ആയിരിക്കും. ഇപ്പം നമ്മൾ വേറൊരു കാര്യം എഴുതുന്നത് ട്രേസ് ഓഫ് ABC. ട്രേസ് ഓഫ് ABC നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രേസ് ഓഫ് ഇതിന് സൈക്ലിക് ഓർഡർ എടുത്താൽ മതി. ട്രേസ് ഓഫ് BCA = ട്രേസ് ഓഫ് CAB. സൈക്ലിക് ഓർഡർ എടുക്കുക. ഇപ്പോൾ BCD വന്നാലും ഇതേ കൂടെ സൈക്ലിക് ഓർഡറിൽ തന്നെ നമ്മൾ എടുക്കുക. നെക്സ്റ്റ് വൺ ട്രേസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ AB = 0. പ്രൂഫ് വേണോ? പ്രൂഫ് ഇതാ പിടിച്ചോ. പ്രൂഫ് = ട്രേസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ AB = ട്രേസ് ഓഫ് AB. ട്രേസ് ഓഫ് കമ്മ്യൂട്ടേറ്റർ എന്ന് വെച്ചാൽ AB മൈനസ് BA എന്നല്ലേ, അല്ലേ? ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ട്രേസ് ഓഫ് AB മൈനസ് ട്രേസ് ഓഫ് BA. ഇങ്ങനെ എഴുതിക്കൂടെ? എഴുതാം, ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. ട്രേസ് ഓഫ് AB എന്താണ്? ട്രേസ് ഓഫ് BA നമ്മൾ നേരത്തെ പഠിച്ച പ്രോപ്പർട്ടി അനുസരിച്ച് മൈനസ് ട്രേസ് ഓഫ് BA. രണ്ടും ഈക്വൽ അല്ലേ, അപ്പോൾ 0. പ്രൂവ്ഡ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. നെക്സ്റ്റ് പ്രോപ്പർട്ടി ട്രേസ് ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ട്രേസ് ഓഫ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഓർഡർ ഓഫ് മെട്രിക്സ്. അതായത് ട്രേസ് ഓഫ്
ഐ എൻ എന്ന് പറയുന്നത് എൻ ആയിരിക്കും. ഇപ്പോൾ ഒരു 3/3 ട്രേസ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. 4/4 4 ആയിരിക്കും. നമുക്കിപ്പോൾ അറിയാമല്ലോ ഒരു മെട്രിക്സ് എ എന്ന് പറയുന്നത് 3/3 എടുക്കുമോ 1 1 1 1 1 1 1 1 1. ട്രേസ് എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽസ് 1. ട്രേസ് ഓഫ് എ എന്താണ്? 3. ഇതെത്ര ഓർഡറാണ്? 3/3 മെട്രിക്സ് ആണ്. കണ്ടോ, വളരെ എളുപ്പമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ട്രേസ് ഓഫ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ്. ട്രേസ് ഓഫ് idempotent matrix is equal to rank of the matrix, number of independent elements. അതാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ്. നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ്. എത്ര ഇൻഡിപെൻഡൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്? അതായത് ട്രേസ് ഓഫ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ഈക്വൽ ടു റാങ്ക് ഓഫ് ദി മെട്രിക്സ് എന്നാണ് അല്ലേ. റാങ്ക് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പിന്നീട് പഠിക്കുന്നതായിരിക്കും. എന്താണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നും എല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. റാങ്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് റോസ് ഓർ കോളംസ് ഇൻ എ മെട്രിക്സ് ആണ്. അപ്പോൾ റാങ്കിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. കാരണം നമ്മളിനി സിസ്റ്റം ഓഫ് ഇൻഹോമോജീനിയസ് ഇക്വേഷൻസ് ഒക്കെ വരും, ഹോമോജീനിയസും ഇൻഹോമോജീനിയസും ഒക്കെ വരും. അപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം തൽക്കാലം ട്രേസ് ഓഫ് ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് റാങ്ക് ഓഫ് ദി മെട്രിക്സിനോട് ഈക്വൽ ആണെന്ന് മാത്രം പഠിച്ചിരിക്കുക. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് 11th പ്രോപ്പർട്ടി, ട്രേസ് ഓഫ് നിൽപൊട്ടൻറ്റ് മെട്രിക്സ്. എന്തായിരുന്നു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ്? എ ഒരു ഐഡംപൊട്ടൻറ്റ് മെട്രിക്സ് ആണെങ്കിൽ A² എപ്പോഴും എ ആയിരിക്കും. ഉണ്ടോ, ഇങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കണം. നിൽപൊട്ടൻറ്റ് മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 0. എന്താണ് നിൽപൊട്ടൻറ്റ് മെട്രിക്സ്? A⁻n 0 ആണ്. n അറിയാമല്ലോ. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ ട്രേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് 2 പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പ്രോബ്ലം. ക്വസ്റ്റ്യൻ: ഇഫ് a is equal to 1 alpha 0 1, alpha is greater than 0, so sum of the infinite series is, ഇതിൻ്റെ സം എന്തുവാണോ ചോദിക്കുന്നത്? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് a/2 പ്ലസ് ട്രേസ് ഓഫ് a²/2² പ്ലസ് ട്രേസ് ഓഫ് a³ പ്ലസ് എക്സെട്ര. ഇതിൻ്റെ സം എന്തുവാണെന്ന് ചോദിക്കുന്നത്. കാരണം ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ട്രേസ് ഓഫ് എ കാണും. എന്താണ് ട്രേസ് ഓഫ് എ? 2. ട്രേസ് ഓഫ് a² കാണണമെങ്കിൽ ആദ്യം a² ആണ്. a² എന്താണ്? 1 alpha 0 1 ഇൻറ്റു 1 alpha 0 1. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. 1 അല്ലേ, ദെൻ ആൽഫ 2 alpha 0 ദെൻ 1. എന്താണ് ട്രേസ് ഓഫ് a²? അതും 2 ആണ് അല്ലേ. ഇനി ട്രേസ് ഓഫ് a³ ആണെങ്കിൽ a³ ആണ്. സോ 1 2 alpha 0 1 ഇൻറ്റു 1 alpha 0 1 അല്ലേ ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 ആൽഫ പ്ലസ് 3 alpha കിട്ടും. ഇത് 0 കിട്ടും, 1 കിട്ടും. ട്രേസ് ഓഫ് a³ എന്താണ്? 2 ആണ്. കണ്ടോ, നമ്മൾ ഈ സീരീസ് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ രണ്ടാമത്തെ ടേം മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. സോ ട്രേസ് ഓഫ് a⁻n എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 n alpha 0 1. ട്രേസ് ഓഫ് a⁻n എന്താണ്? 2 ആണ് അല്ലേ. അപ്പം നമുക്ക് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ട്രേസ് ഓഫ് എ പ്ലസ് ട്രേസ് ഓഫ് a/2 പ്ലസ് ട്രേസ് ഓഫ് a²/2² പ്ലസ് ട്രേസ് ഓഫ് a³/2³ പ്ലസ് എക്സെട്ര. ഇങ്ങനെ അങ്ങ് പോകുന്നു സീരീസ്. അപ്പോൾ ട്രേസ് ഓഫ് എ എന്താണ്? 2 ആണ്. ട്രേസ് ഓഫ് a/2 അല്ലേ, ട്രേസ് ഓഫ് a/2 അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിവൈഡഡ് ബൈ 2. എ എന്താണ്? ഇതാണ് അല്ലേ. നമുക്കൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്, ട്രേസ് ഓഫ് കെ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച ഇതുകൊണ്ടാണ് പ്രോപ്പർട്ടി പഠിച്ചത്. k ഇൻറ്റു ട്രേസ് ഓഫ് എ. അപ്പോൾ ഇതിനെ ഹാഫ് ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് എഴുതിക്കൂടെ? എഴുതാം. പ്ലസ് ഇതിനെ 1/4 ഇൻറ്റു ട്രേസ് ഓഫ് a² എന്ന് എഴുതിക്കൂടെ? എഴുതാം.
ഇതിനെ 1/8 ഇൻറ്റു ട്രേസ് ഓഫ് എ ക്യൂബ് എന്ന് എഴുതാം, പ്ലസ് എക്സെട്ര ഹാഫ് പ്ലസ് 2 ഇൻറ്റു ട്രേസ് ഓഫ് എ എന്ന് വെച്ചാൽ 2 പ്ലസ് 1/4 ട്രേസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 2 പ്ലസ് 1/8 ഇൻറ്റു ട്രേസ് ഓഫ് എ ക്യൂബ് എന്ന് പറയുന്നത് 2 പ്ലസ് എക്സെട്ര. ഒരു 2 കോമൺ എടുക്കുക, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര. കണ്ടോ, ഇതൊരു ജി പി ആണ്, ഇൻഫിനിറ്റ് ജി പി ആണ്. കോമൺ ഡിഫറൻസ് 1/2 ആണ്. അപ്പം ഇതിൻ്റെ സമ്മേഷൻ എന്ന് പറയുന്നത് എങ്ങനെ എഴുതും? ജി പി സീരീസ് a/1 മൈനസ് ആർ. എ എന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെൻറ്റ്, ആർ എന്ന് വെച്ചാൽ കോമൺ ഡിഫറൻസ്. സോ 2 ഇൻറ്റു 1/1 മൈനസ് 1/2, 2 ഇൻറ്റു 2/1, ദാറ്റ് ഈസ് 4. അപ്പോൾ 4 ആണ് എൻ്റെ ആൻസർ. കണ്ടോ? അപ്പോൾ നമുക്കിതിൻ്റെ ട്രേസിനെ കുറിച്ച് അറിയണം, ട്രേസിൻ്റെ പ്രോപ്പർട്ടീസ് അറിയണം, ജോമെട്രിക് സീരീസ് പ്രോഗ്രഷൻ അറിയണം. കണ്ടോ, കണക്റ്റഡ് പ്രോബ്ലംസ് ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സാംസിന് ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചോദ്യം ചെയ്യാം. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് ഈക്വൽ ടു 1, 13, 0, 1. കണ്ടോ, ഈ ടൈപ്പ് പാറ്റേണിലുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ദെൻ a⁻27. ഇത് ചെയ്യാൻ ഡയഗണലൈസേഷനൊക്കെ മെത്തേഡുണ്ട്, നമ്മളതിനി പറയും. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഐഡിയ വെച്ചുകൊണ്ട് ഇത് ജസ്റ്റ് 2019 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, 2, 3. എന്നിട്ട് എന്തെങ്കിലും കോമൺ ആയിട്ട് ഇതിന് എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് 1, 13, 0, 1 അല്ലേ? അപ്പോൾ എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്തോ എ ഇൻറ്റു എ എന്നാണ് അല്ലേ? അപ്പം നമ്മളെങ്ങനെ എടുക്കും? 1, 13, 0, 1 ഇൻറ്റു 1, 13, 0, 1 അല്ലേ? അപ്പം 1 ഇത് എന്താണ്? 13 ഇൻറ്റു 13, 13 ഇൻറ്റു 2 എന്ന് എഴുതാം, 26 അല്ലേ? അതിനെനിക്ക് 13 ഇൻറ്റു 2 എന്ന് എഴുതാം, പ്രശ്നമൊന്നുമില്ല. 0, ഇത് 1. കണ്ടോ, ഇതാണ് പാറ്റേൺ. 13 ഇൻറ്റു 2 എന്താണ്? 26 ആണ്. അത് ഞാനിവിടെ ജസ്റ്റ് എഴുതിയെന്നേ ഉള്ളൂ, ഈ വാല്യൂ ഇവിടെ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് എ ക്യൂബ് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? എക്സ് സ്ക്വയർ ഇൻറ്റു എന്ന് എഴുതാം, എഴുതിക്കൂടെ? 1, 26, 0, 1 ഇൻറ്റു 1, 13, 0, 1. ഓക്കെ, ഇനി ഇത് എഴുതുമ്പോൾ എന്ത് കിട്ടും? 1, ഇത് 13, ഇത് നോക്കൂ, 1, ദെൻ 13 പ്ലസ് 26, 13, 26 വോട്ട് ചെയ്യുമ്പോൾ 39 കിട്ടും അല്ലേ? ദെൻ നമുക്ക് 0, ദെൻ 1. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 1, 13 ഇൻറ്റു 3, 0, 1. കണ്ടോ? അപ്പോൾ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 13 മൾട്ടിപ്പിൾസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം കൂടെ നോക്കാം. a⁻4 എ ക്യൂബ് ഇൻറ്റു ചെയ്യുന്നല്ലേ? അപ്പോൾ 1, 39, 0, 1 ഇൻറ്റു 1, 13, 0, 1 അല്ലേ? ഇതിനെ 1, 13, 52 അല്ലേ? 0, 1. ഇതിനെ 13 ഇൻറ്റു 4 എന്ന് എഴുതിക്കൂടെ? എഴുതാം. 1, 13 ഇൻറ്റു 4 അതല്ലേ 52. യെസ്, കണ്ടോ, പാറ്റേൺ മനസ്സിലായി. അപ്പോൾ a⁻27 എന്താണ്? ബാക്കിയെല്ലാം സെയിം ആണ്. 1, 0, 1, 13 ഇൻറ്റു 27. അതെന്താണോ അതാണ് ആൻസർ. നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 13 ഇൻറ്റു 27 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 6, 8, 7, 2, 1, 351, 1, 351, 0, 1. ഉണ്ടോ? ഇതാണ് ആൻസർ. നമുക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലം. ജസ്റ്റിന് ചോദിച്ചതാണ്. ജസ്റ്റിനപ്പം ഇങ്ങനത്തുള്ള നമുക്ക് ട്രിക്ക് അറിയാം. അതായത് നമ്മൾ ആ കോമൺ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ട്രേസിനെ കുറിച്ച് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാനിവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് പറഞ്ഞു, കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു, ഹെർമീഷ്യൻ, സ്ക്യൂ ഹെർമീഷ്യൻ, യൂണിറ്ററി, ഓർത്തോഗണൽ, ഇതെല്ലാം പറഞ്ഞ്. ദെൻ സിമെട്രിക്ക്, ആൻറ്റി സിമെട്രിക്ക്, എഡംപൊട്ടൻ മെട്രിക്സ്, നിൽപൊട്ടൻ മെട്രിക്സ്, ഇൻവല്യൂട്ടറി മെട്രിക്സ്, കുറേ മെട്രിക്സ് പറഞ്ഞ്.
ദെൻ ട്രേസ് പറഞ്ഞ് എന്താണ് ട്രേസ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്, ട്രേസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം. സോ ഇന്ന് ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ.